നമസ്കാരം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തെ കുറച്ച് കാണുമല്ല. 2 മിസൈല് പോകുമ്പോ 150 മിസൈല് പോയി ഇപ്പൊ എല്ലാം കൂടെ പൊട്ടിത്തകർന്ന് വീണെന്ന് യുദ്ധത്തെ മാർക്കറ്റ് ചെയ്ത് റേറ്റിംഗ് കൂട്ടി അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭീതി പടർത്തി. വെല്ലന്റെയൊക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ വല്ല രാജ്യത്തും കിടക്കുമ്പം അവരെയും ടെൻഷൻ ആക്കിച്ച് ഈ തന്തയിലായ്മ മാത്രം പടച്ചു വിടുന്ന കുറച്ച് ചാനലുകൾ ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ യുദ്ധ സമയത്ത് ഈ ചാനലുകൾ നോക്കാതിരിക്കുക. മലയാള ചാനലുകൾ നോക്കാതിരിക്കുക. നിങ്ങൾക്ക് അൽ എമറാത്ത് ന്യൂസ് ചാനൽ ഉണ്ട്, അല്ലെ സ്കൈ അറേബ്യ ന്യൂസ് ചാനൽ ഉണ്ട്. അവിടുത്തെ ചാനൽ, അവിടുത്തെ നാഷണൽ ചാനൽ നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ. യുദ്ധം നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം കൂടി ഇപ്പൊ പൊട്ടും ഇപ്പൊ തകരും അരിന്ന് എഴുതി കാണിച്ച അണ്ടിന്ന് വായിക്കുന്ന ടീമുകളെ ഇവിടെ ഉള്ളു. അപ്പം ദയവ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം പഴയ പൂർവ്വ രൂപത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നിങ്ങൾ എന്തൊരു ഇതാണ് ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിച്ച് എന്തുവാ ഇതിലൂടെ നേടുന്നത്? സമാധാനപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ചാനലെങ്കിലും ഒരു മനുഷ്യന്മാരെ ഒന്ന് സമാധാനപ്പെടുത്താവോ? ഇപ്പൊ പൊട്ടും എന്തുവാ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആൾക്കാർ ഭയക്കുക. അവിടെ ഉള്ളവർക്ക് മിസൈല് കണ്ടിട്ട് പേടിയില്ല. നിങ്ങളെ ന്യൂസ് ചാനൽ കാണുമ്പോഴേ അവർക്ക് പേടി. ചാനലിന്റെ വാർത്ത കണ്ട് ഹൃദയാഘാതം സംഭവിച്ച ആരെങ്കിലും മരിച്ചെങ്കിലേ ഉള്ളൂ. അവിടെ വേറെ കാഷ്വാലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, അല്ലാതെ നാട്ടുകാരെ പേടിപ്പിക്കാനായിട്ട് കുറെ മൊട്ടയും ടീമും ഒക്കെ കൊട്ടയെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ പറ്റിക്കാൻ.